സന്ദീപ് വാര്യര് കോൺഗ്രസിലേക്ക് കടന്നു വന്നപ്പോൾ കരച്ചിൽ മുഴുവൻ UKG സെന്റർ. എന്താണോ നിങ്ങൾ നന്നാവാത്തത്? കോൺഗ്രസിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു മണ്ഡലം തലത്തിൽ അല്ലെങ്കിൽ ബൂത്ത് തലത്തിൽ അല്ലെങ്കിൽ സാധാരണ ഒരു പ്രവർത്തകൻ BJPയിലേക്ക് പോകുമ്പോ വലിയ ആഘോഷിക്കുന്ന നിങ്ങൾക്ക് ഒരുപക്ഷെ BJPന്റെ ഏറ്റവും തലമുതിർന്ന നേതാവ് വിവരവും വിദ്യാഭ്യാസമുള്ളവർ കോൺഗ്രസിലേക്ക് കടന്നു വന്നപ്പോൾ നിങ്ങൾക്ക് ആ സങ്കടം ഉണ്ടാവും. BJP കണക്കാണ് അപ്പുറം നിങ്ങൾക്ക് ഉണ്ടാകുന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. ഞാൻ എല്ലാ ഘട്ടത്തിലും നിങ്ങളോട് പറയുന്നുണ്ട്, കോൺഗ്രസിന്റെ ഹിസ്റ്ററിയും ചരിത്രം അറിയാത്ത പാഴ് ജന്മങ്ങളാണ് നിങ്ങൾ. ഞങ്ങൾക്കൊരു ഐഡിയോളജിയുടെ ഒരു പോളിസി ഉണ്ട്. ആ പോളിസിയിലെ കൂടി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോ നിങ്ങൾക്ക് എന്താ പറയേണ്ടത്, ഒരു വിഭ്രാന്തി നിങ്ങൾക്കുണ്ട്. നിങ്ങൾ കോൺഗ്രസിന്റെ ഹിസ്റ്ററി എടുത്ത് പരിശോധിക്കുക. ഞങ്ങള് ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മതനിരപേക്ഷത തകർക്കാൻ വേണ്ടി ഉദയം കൊണ്ട് ഒരുപാട് പാർട്ടി നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരെയൊക്കെ സ്നേഹത്തോടും സാമർത്ഥ്യത്തോടും അവരോടൊപ്പം ചേർന്നതുകൊണ്ട് അവരെയൊക്കെ കോൺഗ്രസിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഈ രാജ്യത്ത് മതനിരപേക്ഷത കെട്ടിപ്പടുത്താൻ നിലപാട് സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്കത് ദഹിക്കുന്നില്ല. നിങ്ങൾക്ക് എന്നും ഈ രാജ്യത്ത് വർഗീയത കത്തിച്ചു വെക്കേണ്ട കത്തിച്ച് വിടാനുള്ള ഒരു എന്താ പറയുന്നത്, ഒരു മനസ്സുമായി നടക്കുന്ന ഒരു നാണം കെട്ട പാർട്ടിയാണ് നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ പറയും ഞങ്ങൾ BJP അങ്ങ് ഉണ്ടാക്കാൻ നടക്കുന്നതാണ്, ഞങ്ങൾ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നവരാണ്, ഞങ്ങൾ മറ്റെന്താ പറയാ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളങ്ങ് ചേർത്ത് നിർത്തുന്നവരാണ്, കീഴ്വാടം അടിക്കുക എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒന്നും അറിയില്ല. എന്നാൽ കോൺഗ്രസ് അങ്ങനെയല്ല. നിങ്ങൾ മനസ്സിലാക്കിയ കോൺഗ്രസിന്റെ ഹിസ്റ്ററി, ഞങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഉണ്ടായ പാർട്ടിയൊക്കെ ഞങ്ങളോടൊപ്പം കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് സിന്ദാബാദ് വിളിപ്പിച്ച ചരിത്രവും പാരമ്പര്യവും ഈ പ്രസ്ഥാനത്തിനുണ്ട്. അത് ബോംബെയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരുപാട് കാലം എന്ന ഉന്മൂലന സിദ്ധാന്തം വെച്ച് എന്താ പറയുക വർഗീയത മാത്രം വിഷന്തൂപ്പി നടന്ന ബാലാസാഹ് പാർട്ടിയെ പോലും മതനിരപേക്ഷതന്റെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഞങ്ങളൊപ്പം കൊണ്ടുവന്ന് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഞങ്ങളെക്കാളും അപ്പുറം പ്രവർത്തിക്കാൻ ആവേശവും ഉന്മേഷവും ചെയ്തു കൊടുത്ത പാർട്ടിയാണ് ഞങ്ങൾ. അപ്പൊ ഞങ്ങൾ അങ്ങനെയാ, അല്ലാതെ നിങ്ങളെ പോലെയല്ല. മനസ്സിലാക്കിക്കോ നിങ്ങൾ. അപ്പൊ നിങ്ങൾക്കിപ്പോൾ സന്ദീപ് വാര്യരെ പോലുള്ള ആള് കോൺഗ്രസിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന്റെ കരുത്താർജിക്കുമ്പോ നിങ്ങൾക്ക് വേവലാതിന്, കാരണം അവിടെ നഷ്ടപ്പെടുന്നത് BJP ആണല്ലോ, പരാജയപ്പെടുന്നത് BJPന്റെ കരുത്താണല്ലോ ചോർന്നു പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ബേജാറുണ്ടാവും. അതാണ് നിങ്ങൾ UKG സെന്റർ ഇമാതിരി കരുത്തിന് പുറത്തോട്ട് വരുന്നത് കേട്ടാ. അപ്പൊ അതുകൊണ്ട് ഈ കപടതയൊക്കെ ജനങ്ങൾ കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവ് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുന്നത് അവശേഷിക്കുന്ന കേരളവും എന്താ പറയാ പശ്ചിമ ബംഗാളും ത്രിപുരയുടെ ഗതിയിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ മനസ്സിലാക്കിക്കോ കേട്ടാ. ഇപ്പൊ എന്തൊക്കെയാ പ്രചരിപ്പിക്കുന്നത്? സന്ദീപ് വാര്യരെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കണം പോലെ മുമ്പേ പറഞ്ഞ കാര്യത്തിനകത്ത് ഞങ്ങൾക്ക് സൗകര്യമില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ എന്താണെന്നുള്ള കാര്യം ഞങ്ങളുടെ നേതാക്കന്മാരും ഞങ്ങളുടെ ഐഡിയോളജിയും ഞങ്ങൾ തീരുമാനിക്കും. അല്ലാതെ UKG സെന്ററിന്റെ നെറ്റ്വർക്കനുസരിച്ചിട്ടല്ല ഈ സൈബർ കമ്മികളോടാ പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ കേട്ടാ. നിങ്ങൾക്ക് ഇപ്പം വലിയ വേച്ചാറ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരും. അല്ല, കോൺഗ്രസിനകത്ത് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്ന ലീഡർ കെ കരുണാകരന്റെ മകൾ ഒരു പ്രിവിലേജും ഇല്ല, 10 ആളെപ്പോഴും എന്താ പറയുക കൂട്ടിയോജിപ്പിക്കാൻ കഴിയാത്ത വെറും ലീഡറുടെ എന്താ പറയുക ആ പേരിന്റെ പുറത്ത് മാത്രം ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു കുലംകുത്തി പാർട്ടി വിട്ട് അപ്പുറം പോയപ്പോ നിങ്ങൾ എന്തൊക്കെയാണ് ആഘോഷമാക്കി മാറ്റിയത് അല്ലേ? അപ്പൊ ഇന്ന് ജനപിന്തുണയുള്ള ഞാൻ പറയുന്നത് ജനപിന്തുണയുള്ള യുവ നേതാവ് BJPയിൽ നിന്ന് രാജിവെച്ച BJPയുടെ വർഗീയ ഫാസിസത്തിൽ മനം മടുത്ത് വർഗീയ വിഷന്തുപ്പത BJPന്റെ ചിന്താഗതിയിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു സ്നേഹത്തിന്റെ എന്താ പറയുക ചിന്താഗതിയിലേക്ക് കടന്നു വന്നപ്പോ നിങ്ങൾക്ക് ദഹിക്കുന്നില്ല അല്ലേ? അവര് BJP തന്നെ നിൽക്കണം അല്ലേ? ഇപ്പം കരച്ചല് മാരാർ ഭവനിലല്ല എന്നത് KG മാരാർ ഭവനിലല്ല ഉണ്ടാകുന്നത്. ഈ അന്തംഗമികൾ UKG സെന്റർ ഇപ്പോ പടച്ച് വിടുക. സന്ദീപ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നതാർക്കോ ഞങ്ങളതങ്ങ് സഹിച്ച് മനസ്സിലായി. ഞങ്ങൾക്കോ ഞങ്ങളുടെ പ്രവർത്തകർക്കോ ഞങ്ങളുടെ നേതാക്കന്മാർക്കോ ഇല്ലാത്ത വിഷയം നിങ്ങൾക്കെന്തിനാ ഈ രാജ്യം മുഴുവൻ നിങ്ങൾ ഇപ്പം കണക്ക് പ്രചരിപ്പിക്കുന്നില്ല. ഇതാ കോൺഗ്രസ് നിന്ന് പോയവരാ മുഴുവൻ BJPയിലേക്കും ഇത്ര മന്ത്രിമാർ, ഇത്ര മുഖ്യമന്ത്രിമാർ, ഇത്ര DCC പ്രസിഡന്റുമാരുടെ കണക്കെഴുതി തള്ളുന്നുണ്ടോ നിങ്ങൾ? അപ്പൊ ഇത് നിങ്ങൾക്ക് ആഘോഷമാക്കണം. നിങ്ങൾക്ക് BJPയിൽ ഒരാൾ കോൺഗ്രസിലേക്കല്ല വന്ന്. അപ്പൊ നിങ്ങൾ സന്തോഷിക്കല്ലേ? മതനിരപേക്ഷതയാണ് നിങ്ങളുടെ മുഖമുദ്ര. നിങ്ങൾ ഈ പറഞ്ഞു നടക്കുന്നത് പോലെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ എന്താ ഇപ്പം ചെയ്യേണ്ടത്? അതാണ് നിങ്ങൾ ചെയ്തു വെക്കുന്നത് അല്ലല്ലോ. എന്നിട്ട് ഇപ്പോഴും കോൺഗ്രസിനെ കുറ്റം പറയാ. ഞാൻ പറയാം, കോൺഗ്രസ് ഒരു പാർട്ടിയിൽ വെട്ടുപഞ്ചിൽ 51 വെട്ട് വെട്ടാനോ അല്ല 100 വെട്ട് വെട്ടി കൊല്ലാനോ ഒന്നും ഞങ്ങളാരും കത്തൊന്നുമില്ല. ഞങ്ങൾ ഐഡിയോളജി അതല്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ അംഗീകരിച്ച് ഞങ്ങളുടെ നിലപാടിനെ അംഗീകരിച്ച് ആര് വന്നു കഴിഞ്ഞാലും നാളെ RSSന്റെ തലവൻ മോഹൻ ഭഗവത് വരട്ടെ പാർട്ടിക്കകത്തേക്ക് ഞങ്ങളുടെ നിലപാടിനോടൊപ്പം ഞങ്ങൾ സ്വീകരിക്കൂ. ഞങ്ങൾ വെറുപ്പിന്റെ രാഷ്ട്രീയം വെക്കുന്നവരല്ല. ഞങ്ങൾ സ്നേഹത്തിന്റെ രാഷ്ട്രീയം വാശിയുമായി മുന്നോട്ട് പോകുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ആയത്. അതല്ല അദ്ദേഹം 1000 വട്ടം നിങ്ങളോടൊക്കെ പറഞ്ഞു വെക്കുന്നത്. വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. അതിനകത്തേക്ക് ആര് കടന്നു വന്നാലും സ്നേഹത്തിന്റെ കടയിലേക്ക് ആര് വന്നു കഴിഞ്ഞാലും ഞങ്ങൾ അതിന് എന്താ പറയുക സന്തോഷത്തോടു കൂടി സ്വീകരിക്കും. അത് നിങ്ങൾക്ക് ഇവിടെ രാജ്യത്ത് വെറുപ്പുണ്ടാക്കേണ്ട ഒരു നിലപാട് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് കുസംഘ പരിവാറിനുണ്ട്. അത് ഇപ്പം തുടങ്ങിയതൊന്നുമല്ല.
47 കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയ ആ കാലം തൊട്ട് തന്നെ നിങ്ങൾ ഈ രാജ്യത്തെ തകർക്കാനും ഒച്ചുകൂടെ മുടിപ്പിക്കാനും ഒരേ എന്താ പറയുക ഒരു അമ്മ പറ്റ മക്കളെ പോലെ പ്രവർത്തിച്ച ആണും പെണ്ണും കിട്ടവരെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റും ഈ BJP-യും. നിങ്ങൾ ഞങ്ങൾക്ക് സ്റ്റഡി ക്ലാസ് എടുക്കുക അല്ലേ, ഞങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വരിക അല്ലേ, നിങ്ങൾ കുറെ സൈബർ കമ്മികൾ രാഷ്ട്രീയ ധാർമ്മികത പോലും ഇല്ലാതെ പച്ചക്കളവുകൾ മാത്രം പറയുക, പച്ചക്കളവ് പ്രചരിപ്പിക്കുക. ഇതല്ലാതെ ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്താ കഴിയുക? ഒരു യാഥാർത്ഥ്യം റിയാലിറ്റി നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ ഇത് മനസ്സിലാക്കുന്ന സാമാന്യ മര്യാദ കാണിക്കട്ടെ. ആ മര്യാദ നിങ്ങൾ കാണിക്കട്ടെ. ഇന്നലെ കാലത്ത് തൊട്ടിട്ട് സകലമായ സോഷ്യൽ മീഡിയയിലും സകലമായ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും പച്ചക്കളവല്ലേ നിങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത്. പിന്നെ സന്ദീപ് വാര്യർ കഴിഞ്ഞ കാലത്തെ നിലപാടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനെ കൊണ്ട് എന്ത് നേട്ടം ഉണ്ടാകുക? അദ്ദേഹം കഴിഞ്ഞ കാലം അദ്ദേഹം ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ട് ആ പ്രസ്ഥാനത്തിന് വേണ്ടി അതൊന്നും പറഞ്ഞിട്ടുണ്ടാവാം. ആ തെറ്റ് തിരുത്തിക്കൊണ്ടാണല്ലോ അതൊന്നും ശരിയല്ല, നിലപാട് ശരിയല്ല, ആ കാഴ്ചപ്പാട് ശരിയല്ല എന്ന അദ്ദേഹത്തിന് തിരിച്ചറിവ് വന്നതിന് ശേഷമാണല്ലോ ഈ കോൺഗ്രസിന്റെ മഹാപ്രസ്ഥാനത്തിലേക്ക് അദ്ദേഹം കടന്നു വന്നത്. അപ്പൊ അതിനെ ഞങ്ങൾ അംഗീകരിക്കേണ്ടത്. അല്ലാതെ അദ്ദേഹത്തിന്റെ ഭൂതകാല ചരിത്രങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് ആ ചരിത്രങ്ങളൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് ഇതാ ഇദ്ദേഹം രാഹുൽ ഗാന്ധി എങ്ങനെ പറഞ്ഞില്ലേ, ഇദ്ദേഹം വർഗീയവാദിയല്ലേ, ഇദ്ദേഹം മാംസസിലല്ലേ എന്നൊക്കെ പറയുന്നതിന്റെ ലോജിക്ക് എന്താ? അദ്ദേഹം ആ ടോപ്പിക്ക് അവസാനിപ്പിച്ചില്ലേ ഇല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഒരുപാട് തലതൊട്ട നേതാക്കന്മാർ കോൺഗ്രസിനകത്തു കൂടി രാഷ്ട്രീയം പഠിച്ച് കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കി പോയിട്ടല്ലേ ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന ആർക്കും വേണ്ടാതെ ഒരു പ്രതിശാസ്ത്രം ഇവിടെ പ്രചരിപ്പിക്കാൻ നടന്നത് ഇല്ലേ? നിങ്ങളെ EMS തൊട്ട് കൃഷ്ണപിള്ള തൊട്ട് EK നായനാർ തൊട്ട് ഇപ്പൊ TK ഹംസ തൊട്ട് ഏത് പാർട്ടിക്കാരനാണോ അപ്പുറത്തേക്ക് പോയത് ഈ പാർട്ടി നിങ്ങളെ പാർട്ടി ഉണ്ടാക്കിയത്. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ കാല ചരിത്രമൊന്നും നിങ്ങൾ ഇങ്ങടുത്ത് പൊക്കിപ്പിടിച്ചിട്ട് അങ്ങ് കോൺഗ്രസിനെ അടിച്ചു കളയുക അല്ലെങ്കിൽ സന്ദീപ് വാര്യരെ അങ്ങ് വേട്ടയാടി കളയുക എന്നുള്ളതായിരുന്നു ഇവിടെ ആർക്കും വേണ്ട. ഇവിടെ ബോധമുള്ള ജനങ്ങളാണ്. ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും പറയുന്നുണ്ട്, നാളെങ്കിലും ആ പ്രവൃത്തി തന്നെ ചെയ്യും. സ്നേഹത്തിന്റെ കമ്പോളത്തിലേക്ക് ആര് കടന്നു വന്നു കഴിഞ്ഞാലും ഇന്നലകളിൽ എന്തായിരുന്നു എന്ന് ചിന്തിക്കാതെ ഇന്നെന്താണ് അദ്ദേഹത്തിന്റെ നിലപാട് എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ സ്വീകരിക്കും. അത് ഞങ്ങൾക്ക് ഈ രാജ്യത്തോടുള്ള ഒരു പ്രതിബദ്ധതയാ. ഞങ്ങൾ ഉണ്ടാക്കിയ രാജ്യ ഞങ്ങളുണ്ടാക്കിയ രാജ്യത്തെ തച്ച് തകർക്കാൻ ശ്രമിക്കുന്ന ഏതൊരു പാർട്ടിയെയും ഞങ്ങളുടെ ഐഡിയോളജി വെച്ച് ഞങ്ങളുടെ നിലപാട് വെച്ച് അവരെ തകർക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കും. അത് തകർത്ത പാരമ്പര്യം കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കോൺഗ്രസ് ഏതെങ്കിലും ഘട്ടത്തിൽ എന്തെങ്കിലും മലങ്ങാപ്പാറ നയം സ്വീകരിക്കുമ്പോൾ അത് ഞങ്ങളുടെ എന്താ പറയാ കഴിവുകേടായിരുന്നു നിങ്ങൾ മനസ്സിലാക്കണ്ട. പുലി പതുങ്ങുന്നത് എന്താ ഭയപ്പെട്ടിട്ടല്ല, മനസ്സിലായ? അങ്ങനെ ഒരു പഴമൊഴിയുണ്ട്, അതാ കോൺഗ്രസിന്റെ നിലപാട്. ഞങ്ങൾക്ക് ഒരുപാട് ആത്മസമീപനം പാലിക്കും. പക്ഷെ ആ ആത്മസമീപനം പാലിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങളെ കഴിവുകേടാക്കി നിങ്ങൾ കണക്കാക്കും. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ രാജ്യത്തെ സംഘപരിവാറില്ല അടിവേരടക്കുന്ന പ്രവർത്തനമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് നിങ്ങൾ കണ്ടോ? കാണാൻ പോകുന്നതൊന്നും ഞങ്ങളിപ്പം പറഞ്ഞറിയിക്കുന്നില്ല. അല്ലെ BJP-ന്റെ അടിവേരടക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ മറ്റേ ഏത് പാർട്ടിക്കാ കഴിയ രാജ്യത്ത് അത് നിങ്ങളൊന്ന് പറയുന്ന പിന്നെ. അപ്പൊ ഞങ്ങൾ ആ പ്രസ്ഥാനത്തിന്റെ വർഗീയവാദികളുടെ ചാണകക്കുഴിയിലെ ചാണകത്തിന്റെ അടിവേര് തോണ്ടുമ്പോ നിങ്ങൾക്ക് വേദാറിയല്ലേ? നിങ്ങൾ UKG സെന്ററിൽ പൊട്ടിക്കരച്ചത് കാരണം തീർത്തോ? മനസ്സിലായ? ഞങ്ങൾക്ക് ഇലക്ഷന് വിജയിക്കോ വിജയിക്കാതിരിക്കോ ഒന്നും വിഷയമല്ല. കുറെ എണ്ണം വന്നിട്ട് പറയുന്നുണ്ട് പാലക്കാട് ആണ് കോൺഗ്രസ് തോറ്റു പോകും. തോറ്റോട്ട് പ്രശ്നമല്ല, പക്ഷെ നിലപാടുന്ന് ഒരു ഇഞ്ച് പുറകോട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോകത്തില്ല. അത് കൃത്യമായിട്ട് തന്നെ ഞാൻ മുമ്പേ സൂചിപ്പിച്ച് വെച്ചതുപോലെ തന്നെ ഞങ്ങളുടെ മുൻ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയായി പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ രാഹുൽജി പറഞ്ഞു വെച്ചിട്ടുണ്ട്, 1000 ഇലക്ഷനിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാലും കോൺഗ്രസിന്റെ നിലപാടൊന്നും ഐഡിയോളജിന്നോ ഒരു കടുമണി തൂക്കം പുറകോട്ട് പോകുന്ന ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കത്തില്ല എന്നാ പറഞ്ഞത്. അങ്ങനെ തോൽവിയിൽ നിന്ന് തോൽവി ഏറ്റു വാങ്ങിക്കൊണ്ട് തന്നെയാണ് ഇന്ന് ഫിനിക്സ് പക്ഷിയെ പോലെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ആ മനുഷ്യൻ കടന്നു വന്നത്. ഞങ്ങളുടെ നിലപാടാ. അല്ലാതെ നിങ്ങളെ പോലെ അപ്പം കാണുന്ന അപ്പ എന്ന് വിളിച്ച് മണിക്കൂറുകൾക്ക് നിലപാട് മാറ്റുന്ന ഒരു പ്രതിശാസ്ത്രത്തിലല്ല കോൺഗ്രസിന്റെ ഐഡിയോളജി. അത് മനസ്സിലാക്കിക്കോ നിങ്ങൾ കേട്ടാ. കോൺഗ്രസിനെ പറ്റി നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനും അറിയാനുണ്ട്. ഈ പ്രസ്ഥാനത്തെ പറ്റി ഒരു ചുക്കും നിങ്ങൾക്ക് അറിയത്തുമില്ല കേട്ടാ. ഞങ്ങൾ ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാർ തുരത്തി സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്ന കോൺഗ്രസ് പാർട്ടിയാണെങ്കിൽ അതിന് ഒരു നിലപാടുണ്ട്, അതിനൊരു ഐഡിയോളജി ഉണ്ട്, അതിനൊരു പ്രാക്ടിക്കൽ കാഴ്ചപ്പാടുണ്ട്. അത് മനസ്സിലാക്കിക്കോ നിങ്ങൾ കേട്ടാ. അല്ലാതെ ഇപ്പോ ഇല്ലാതെ പച്ച കളവുകൾ പറഞ്ഞു കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മെഴുകുക, തൂറി മെഴുകുക സോഷ്യൽ മീഡിയയിലും വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ പൊട്ടിക്കരയ മാനവും മാനമില്ലാത്ത വാക്കങ്ങൾ. അല്ലെങ്കിൽ നമ്മളെന്താ ചിന്തിക്കേണ്ടത്? സംഘപരിവാറിന് അവരെ തലയെടുപ്പുള്ള ഒരു കൊമ്പനെ ഞങ്ങൾ അവർ നടത്തി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് മതനിരപേക്ഷത ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടത്. അല്ലാതെ ആ മനുഷ്യൻ സ്നേഹത്തിന്റെ കടയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിനെ വേട്ടയാടി വീണ്ടും എന്തൊക്കെയോ ജനമനസ്സിനകത്തേക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കി കോൺഗ്രസിനെ മൊത്തം അങ്ങ് എഴുത്തി കെട്ട എന്നുള്ള ഒരു ധാരണയാണെങ്കിൽ അതൊന്നും വിലപ്പോൾ അതൊക്കെ നാലാക്കി മടങ്ങി പോക്കറ്റിലങ്ങിട്ടെ. വിവരവും വിദ്യാഭ്യാസവും എഡ്യൂക്കേറ്റഡ് ഉള്ളവരാ കേരളത്തിൽ. എല്ലാവരും മന്ദംഗമികളൊന്നുമല്ല. ഈ അടിമത്തം പേരുന്ന രാഷ്ട്രീയം ആർക്കും ഇല്ല, പകുതി മുഖഭാഗക്കും ഇല്ല, കുറച്ചടിമകളെ ഉണ്ടാവും. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, നിങ്ങൾ കഴിഞ്ഞ പറഞ്ഞതുപോലെ ഇവറ്റകളുടെ നേതാക്കന്മാർ അപ്പിയിട്ട് വെച്ചാൽ
ആ അപ്പിയിട്ടത് ഞങ്ങൾ അരച്ചു വെച്ച ചന്ദന എന്ന് പറഞ്ഞാൽ ഒരു മടിയും കൂടെ അത് വാരി ശരീരത്തിൽ പുരട്ടുന്ന വർഗങ്ങളായി ഈ അടിമക്കമ്മികൾ. അതാണ് ഇന്ന് ഈ കരച്ചിലും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ കാണുന്നത്. അപ്പൊ ആ നിലപാട് ഞങ്ങൾക്കില്ല. ഞങ്ങൾ ശരിയുടെ പക്ഷത്ത് നിൽക്കുന്നവരാ, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ, ഞാൻ അവസാനമായിട്ട് അങ്ങ് പറഞ്ഞു വെക്കുക, നിങ്ങൾ പൊട്ടി കരഞ്ഞിട്ട് നിങ്ങൾ സംഘമൊക്കെ അങ്ങ് തീർക്ക്. കുക്കരി സെന്ററിൽ പരിപാടിയായി പോയിട്ട് കേട്ടാ. ഞങ്ങൾ ഈ സംഘപരിവാരം തകർക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിൽ ഞങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ നേതാക്കന്മാരും വെറുതെ വാണടിച്ചോ മൈക്കിന്റെ മുമ്പിൽ വന്നിട്ട് കുറച്ച് ആളെയും കൂട്ടിയിട്ട് കുറച്ച് അടിമക്കമ്മികളെയും കൂട്ടിയിട്ട് ഞങ്ങൾ എതിർക്കാൻ പോകുന്നത് ഇടപക്ഷമില്ലെങ്കിൽ ഇന്ത്യ ഇല്ലാതൊക്കെ അല്ല നിങ്ങൾ മുന്നേ പറഞ്ഞു വെച്ചത്. എന്നിട്ട് ഇന്ത്യ ഒളിച്ചു പോയാ നിങ്ങൾ എവിടെയുള്ള അത് പറയാ. അപ്പൊ അതുകൊണ്ട് ഇത്തരം വിട്ടിത്തങ്ങളുടെ ഘോഷയാത്രയ്ക്ക് നിങ്ങൾ നടക്കും. ഞങ്ങൾ ഈ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിലാ. ഓക്കെ, ഞങ്ങളുടെ പ്രവൃത്തി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇനിയും ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇനിയും കേരളത്തിനകത്ത് നിന്ന് BJPന്റെ ഒട്ടുമിക്ക നേതാക്കന്മാരും ഞങ്ങൾ അടർത്തിക്കൊണ്ടുവന്ന് ആ BJP എന്ന് പറയുന്ന ചാലക സംഘികളെ കേരളത്തിൽ തുടച്ചു മാറ്റുന്നത് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ UDF മുന്നണിക്കോ ഒരു വിശ്രമവും ഇല്ല. കാരണം തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വർഗീയ വിഷയങ്ങൾ മാത്രം തൊപ്പി നടക്കുന്ന ആണും പെണ്ണും കെട്ട വർഗങ്ങൾ അവറ്റകൾ. രാഷ്ട്രീയപരമായിട്ട് നിലപാട് പറയട്ടെ, ഞങ്ങൾക്കെതിരെ അഭിപ്രായമൊന്നുമില്ല, അത് പറഞ്ഞോട്ടെ. പക്ഷെ ഏത് വിഷയത്തിനകത്ത് എപ്പോഴും ഒരു കമ്മ്യൂണിക്കൽ പോളറൈസേഷൻ ഉണ്ടാക്കിയിട്ട് രാജ്യത്തോട് സ്റ്റേറ്റിനകത്ത് സ്നേഹമായി ജീവിക്കുന്നവരുടെ ഇടയിലേക്ക് വിദ്വേഷം കുത്തിക്കയറ്റി വർഗീയ വിഷം തുപ്പുന്ന നാളം കെട്ടവരെ അതിന് തുടച്ചു മാറ്റുന്ന ബാധ്യത ഈ രാജ്യത്ത് കോൺഗ്രസിനുണ്ട്. കോൺഗ്രസിനേ ഉള്ളൂ, ബാക്കി ആർക്കും ഇല്ല. കാരണം കോൺഗ്രസ് ഉണ്ടാക്കിയ ഇന്ത്യ, ഞങ്ങൾ ഉണ്ടാക്കിയ ഭരണഘടന. അതിനെയൊക്കെ ആരെങ്കിലും പിറ്റ് ചെയ്യാനോ അതിനെ ഇല്ലായ്മ ചെയ്യാനോ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ അതിനുള്ള പോരാട്ടം ഇങ്ങനെ തന്നെയാണ് നടന്നത്. പല വിധത്തിൽ ഞങ്ങൾ പോരാട്ടം നടത്തും, മനസ്സിലായ? അപ്പൊ അത് കണ്ട് നിങ്ങൾക്ക് ദഹിക്കില്ല. സംഘപരിവാർ കുറച്ച് താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ബേജാറ് അല്ലേ? എന്നിട്ട് മയക്കും കെട്ടിയിട്ട് മൈതാനം നോക്കിയിട്ട് പ്രസംഗിക്കും. ഇവിടെ സംഘപരിവാരോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് നിങ്ങളുള്ളത് കൊണ്ടാണ് ഇവിടെ സംഘപരിവാർ വളരാത്തത്. കേരളത്തിനകത്ത് സംഘപരിവാർ എവിടെയൊക്കെ വളർന്നുണ്ടോ അവിടെയൊക്കെ ഈ പാർട്ടിക്ക് ഈ കമ്മ്യൂണിസ്റ്റുള്ള സ്ഥലത്താണ്. നിങ്ങൾ നോക്കിക്കോ, ഓരോ മേഖലയിൽ പരിശോധിക്കുക, ഓരോ പഞ്ചായത്ത് മണ്ഡലത്തിൽ പരിശോധിക്കുക, എവിടെയാ വളർത്തുന്ന കാര്യം. എന്നിട്ട് ഉളുപ്പില്ലാതെ അങ്ങ് പറയും. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കുറെ ക്യാപ്സ്യൂളും വേണമെങ്കിൽ കുറെ അന്തം കമ്മികൾ സന്ധ്യാസമയത്ത് ഇങ്ങ് വരും സോഷ്യൽ മീഡിയയിലും അവിടെ ഇവിടെയോ കീഴ്വാനടിക്കാൻ വേണ്ടി. ഇപ്പം തന്നെ നോക്കുക, നിങ്ങൾ BJP ഇതര ഗവൺമെന്റ് ഭരിക്കുന്ന സ്റ്റേറ്റിനകത്ത് BJPന്റെ നിലപാട് അങ്ങനെ ഒട്ടും മടിയില്ലാതെ നാളമില്ലാതെ നടപ്പാക്കുന്ന ഒരു സ്റ്റേറ്റായി കേരളം മാറിയിട്ട് പോലും ഇവറ്റകൾക്ക് ഇനി നേരം വെളുത്തിട്ടില്ല. മനസ്സിലായി? അവനവന്റെ സ്വന്തം മനസ്സാക്ഷിക്ക് ചിന്തിച്ചു നോക്കിയാൽ മാത്രം മതി എന്തായി ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകൾ എന്നൊക്കെ, മനസ്സിലായോ? എന്നിട്ടും ന്യായീകരിക്കാൻ വരും കുറെ എണ്ണം. സംഘപരിവാരങ്ങൾ ഭരിക്കാൻ നടക്കുന്നതാ പോയി. പിന്നെ ഇന്നലെ എന്തൊരു പോസ്റ്റ് കണ്ടു, VD സതീശൻ വഖഫിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചതാ. അതിനെയും RSS വൽക്കരിച്ചിട്ട് RSSനെ കൊടപിടിക്കുന്ന നിലപാട് VD സതീശൻ എന്നാ പറഞ്ഞത്. ആദ്യം നിന്റെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കലശം പോയി നോക്കണോ, ഏത് കോണ അടിയിലിട്ടിട്ടുള്ള കാവി കലസാണോ അല്ലെങ്കിൽ ഇങ്ങനെ എന്താ നിറച്ച കോണ ചുവപ്പ് കോണ കാണാമെന്നുള്ള നോക്കിയിട്ട് വാ. എന്നിട്ട് സതീശന്റെയും കോൺഗ്രസ് നേതാക്കന്മാരുടെ പുറകെ വന്നാൽ മതി, മനസ്സിലായ? 10 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റിയ ഒരു വിഷയത്തെ RSSനെ അടിക്കാൻ വേണ്ടി ലൈവായി മാസങ്ങളോളം നിർത്തിച്ചു കൊടുത്തിട്ട് ഈ നാട് മുഴുവൻ പച്ച വർഗീയതയും സംഘപരിവാര നേതാക്കന്മാർ പ്രസംഗിച്ച് നടക്കുമ്പോൾ അതിനെതിരെ ഒരു കമ എന്നുള്ള അനക്ഷരം മിണ്ടാൻ വേണ്ടി സ്റ്റേറ്റ് ഗവൺമെന്റ് കഴിഞ്ഞിട്ടുണ്ടോ? അതിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതും പോട്ടെ, ഈ വഖഫിന്റെ വിഷയത്തിൽ തന്നെ ഒരു പോങ്ങൻ മന്ത്രി ഉണ്ട്. ആ മന്ത്രി എന്തെങ്കിലും പറഞ്ഞേ ഇല്ല. RSS എവിടം വരെ വർഗീയത പിന്നെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അവിടം വരെ അങ്ങ് വർഗീയത ഉണ്ടാക്കട്ടെ എന്നതിന് വേണ്ടി പിന്തുണ കൊടുത്ത ആളും പെണ്ണും കെട്ട നിങ്ങൾ അല്ലേ? എന്നിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് VD സതീശൻ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾ അതിനെ കൊണ്ടുപോയിട്ട് RSSനെ സപ്പോർട്ട് ചെയ്ത സതീശൻ എന്ന് പറഞ്ഞ് എന്താ പറയുക പച്ച കളവ് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലേ? അതൊക്കെ നാലാക്കി മടക്കി പോക്കറ്റിലും കിട്ടായി കേട്ടോ. ഞാൻ കൂടുതലൊന്നും ഇപ്പം പറയുന്നില്ല, ബാക്കി പിന്നീട് സംസാരിക്കാം. ഏതായാലും കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന സന്ദീപ് ജി വാര്യരെ സ്നേഹത്തിന്റെ ഭാഷയിൽ മൂവർണ്ണത്തിൽ ചാലിച്ച 1000 വിപ്ലവ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് സ്റ്റേറ്റിനകത്തുള്ള BJPയുടെ അരിവേരെ ഇളക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ടും അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും അദ്ദേഹത്തിന്റെ ഒപ്പം നിന്ന് പ്രവർത്തിക്കാനുള്ള ആവേശവും ആനന്ദത്തിലുമാണ് ഞങ്ങളെപ്പോഴും കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരുള്ളത്. അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് മൂവത്തിൽ ചർച്ച വിപ്ലവ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ജയ് രാഹുൽ ഗാന്ധി, ജയ് സന്ദീപ് വാര്യർ.